മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. തിരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കി UDF സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസ്. തീരദേശ ഹൈവേ വേണ്ടെന്ന് ഷിയാസ്. കൊച്ചി മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസ് പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി മുന്നേറുന്നു. പെരുന്നാൾ ദിനമായ വെള്ളിയാഴ്ച രാവിലെ ഈദ്ഗാഹ് നടക്കുന്ന കേന്ദ്രങ്ങളിലും കവലകളിലും എത്തി മുഹമ്മദ് ഷിയാസ് വോട്ടർമാരെ കണ്ടു. വൈകിട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ തീരദേശ ഹൈവേ പദ്ധതി പാടില്ലെന്ന് മുഹമ്മദ് ഷിയാസ് വ്യക്തമാക്കി. അപകടകരമായിട്ടുള്ള സാഹചര്യമാണ്. വ്യാജ കണക്കുകൾ ഉയർത്തി കാണിച്ചു വാട്ടർ ലീക്കേജും അതുപോലെ തന്നെ ഈ ലഭ്യത ഉറപ്പുവരുത്താനുള്ള കാര്യങ്ങളിലൊക്കെ വ്യാജമായിട്ടുള്ള കണക്കുകൾ ഉയർത്തി കാണിച്ചാണ് വാട്ടർ അതോറിറ്റിയുടെ കോടിക്കണക്കിന് രൂപയുടെ വസ്തുവകകൾ ഒരു സ്വകാര്യ കമ്പനിക്ക് തുച്ഛമായ വിലയ്ക്ക് 30 വർഷത്തേക്ക് കൈമാറിയത്. അത് അപകടകരമായിട്ടുള്ള ഒന്നാണ്. രണ്ട്, കൊച്ചിയിൽ ജനങ്ങൾ കുടിവെള്ളം പോലും വാങ്ങുന്നത് എത്ര രൂപയ്ക്കാണ്? ജാറില്ലാത്ത വീടുകൾ ഇതൊക്കെയാണ്. കുടിവെള്ളം ഒരു വലിയ പ്രശ്നമുണ്ട്. 2016 UDFന്റെ ഗവൺമെന്റ്, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ആലുവയിൽ നിന്ന് 190 MLD കുടിവെള്ള പദ്ധതി എറണാകുളത്തേക്ക്, കൊച്ചിയിലേക്ക് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പദ്ധതി നടപ്പിലാക്കിയിരുന്നു. ആ പദ്ധതി പിന്നീട് വന്ന 10 വർഷക്കാലത്തെ പിണറായി സർക്കാർ അത് മുന്നോട്ട് കൊണ്ടുപോയില്ല എന്ന് മാത്രമല്ല ആ പദ്ധതി ഇല്ലാതാക്കി. അതിന് പകരം 49 MLD വെള്ളം കിൻഫ്രയ്ക്ക്, കളമശ്ശേരിയിലേക്ക്, കിൻഫ്ര പാർക്കിലേക്ക് കൊടുക്കാനുള്ള പദ്ധതിയാണ് പിന്നീട് നടപ്പിലാക്കിയത്. ആ പദ്ധതി ഞങ്ങൾ വലിയ സമരം, ജനപ്രതിനിധികൾ ഉൾപ്പെടെ ശ്രീ IB ഈഡൻ, ബെന്നി ബഹനാൻ, ഉമാ തോമസ്, അൻവർ സാദത്ത്, TJ വിനോദ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ നടത്തിയ വലിയ സമരം കൊണ്ട് വ്യവസായ മന്ത്രിയായ രാജീവിന്റെ വലിയ സമ്മർദ്ദം വന്നു. ആ സമരത്തിന് മുമ്പിൽ വരെ പോയില്ല. ആ പദ്ധതി അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. കുറേ സ്ഥലത്ത് റോഡ് കുഴിച്ച് പൈപ്പിട്ടെങ്കിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. ആ കുടിവെള്ള പദ്ധതി ആ കിൻഫ്രയിലേക്ക് കൊണ്ടുപോകുന്ന പദ്ധതിയും അനിശ്ചിതത്വത്തിലായി. പക്ഷേ ഞങ്ങൾ പറഞ്ഞത് ഈ 49 MLD വെള്ളം ആലുവ പുഴയിൽ നിന്ന് കൊണ്ടുപോയാൽ പിന്നീട് 190 MLD കുടിവെള്ള പദ്ധതി എറണാകുളത്തേക്കും കൊച്ചിയിലേക്കൊക്കെ കൊടുക്കാനുള്ള ഈ പദ്ധതി നടപ്പിലാക്കാൻ ആലുവ പുഴയിൽ പിന്നെ വെള്ളത്തിൻ്റെ സ്രോതസ്സില്ല, വെള്ളമില്ല. പിന്നെ വാട്ടർ അതോറിറ്റിയും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും അവരുടെ ഉദ്യോഗസ്ഥന്മാരുടെ കൃത്യമായ, ചീഫ് എഞ്ചിനീയർമാരുടെ കൃത്യമായ റിപ്പോർട്ടുണ്ട് ആ കാര്യത്തിൽ. ആ റിപ്പോർട്ട് സർക്കാർ മറച്ചു പിടിച്ചു. ജനപ്രതിനിധികളുടെ മുമ്പിൽ, പ്രാദേശിക ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളുടെ മുമ്പിൽ അവരത് ആ വാദം ഉയർത്തി കാണിച്ചിട്ടാണ് നിങ്ങൾ ഈ പദ്ധതിയെ എതിർക്കണം, കാരണം ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കാനുള്ള ഉത്തരവാദിത്തമാണ് സർക്കാരിൻ്റെ പ്രയോറിറ്റി. ആ പ്രയോറിറ്റി നടപ്പിലാക്കി ഇല്ലെങ്കിൽ നാളുകളിൽ അത് വലിയ അപകടം ചെയ്യും. അപ്പം അതുകൊണ്ട് ഈ പദ്ധതി ജനങ്ങൾ ഇന്ന് 10 രൂപയ്ക്കോ അല്ലെങ്കിൽ 7 രൂപയ്ക്കോ 8 രൂപയ്ക്കോ 3 രൂപയ്ക്കോ 4 രൂപയ്ക്കോ ഒക്കെ 1 ലിറ്റർ വെള്ളം വാങ്ങിക്കേണ്ട ഗതികേടാണ്. ഒരു കുപ്പി വെള്ളത്തിന് ഇപ്പോൾ 12 രൂപ മുതൽ 20 രൂപ വരെയാണ്. പ്രീമിയം ക്ലാസ്സിലുള്ള വെള്ളത്തിന് അതിനേക്കാൾ കൂടുതലാണ് രൂപ. അപ്പം നമ്മുടെ നാട്ടിൽ വെള്ളത്തിന് വേണ്ടി എത്രായിരം രൂപയാണ് ജനങ്ങൾ ഒരു മാസം ചെലവഴിക്കുക. ആ പദ്ധതിക്ക് ഒരു പരിഹാരം ഉണ്ടാകണം. അതുപോലെ തന്നെയാണ് തീരദേശ പ്രദേശത്ത്, ഇപ്പോൾ ചെല്ലാനം, കണ്ണമാലി പ്രദേശത്തുള്ള ജനങ്ങളുടെ ഏറ്റവും വലിയ ആശങ്കയാണ് തീരദേശ ഹൈവേ. തീരദേശ ഹൈവേ ഒരു മണ്ടൻ പ്രോജക്റ്റാണ്. നാഷണൽ ഹൈവേയും തീരദേശ ഹൈവേയും എത്ര സ്ഥലത്താണ് ഒരുമിച്ച് പോകുന്നത്? ആലപ്പുഴയിൽ പോയാൽ നമുക്ക് കാണാം, മലപ്പുറത്തേക്ക് പോയാൽ നമുക്ക് കാണാം, നമ്മുടെ പ്രദേശത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇതെല്ലാം ഒരുമിച്ചാണ് പോകുന്നത്. പദ്ധതികളോട് ഞങ്ങൾക്ക് എതിർപ്പില്ല. പക്ഷേ അകാരണമായി ജനങ്ങളെ കുടിയൊഴിപ്പിച്ച് അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണങ്ങളിലൂടെ ജനങ്ങൾക്ക് ദുരിതഭാരം ഏൽപ്പിക്കുന്ന പദ്ധതികൾ അത് ഒരു കാരണവശാലും നടപ്പിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ തീരദേശ ഹൈവേയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ജനങ്ങളുടെ ആശങ്കകൾ, ലാൻഡ് അക്വസിഷൻ നടപടികളുടെ ഭാഗമായി എത്ര രൂപയാണ് പൊന്നുമലയ്ക്ക് ഭൂമി ഏറ്റെടുക്കാൻ കഴിയും? അല്ലെങ്കിൽ 3 മീറ്റർ ഉയരത്തിൽ റോഡ് പൊക്കി ചെയ്യുമ്പോൾ താഴ്ന്നു കിടക്കുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾ എങ്ങനെയാണ്
അവരുടെ ഓരോ ദിവസത്തെയും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. ഒരു മഴയുണ്ടായാൽ അല്ലെങ്കിൽ ഒരു വേലിയേറ്റം ഉണ്ടായാൽ അവരെങ്ങോട്ട് പോകും? അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും സർക്കാർ ചിന്തിക്കുന്നില്ല. എത്ര സ്ഥലത്താണ് നാഷണൽ ഹൈവേ ഇടിഞ്ഞ് വീണത്? മലപ്പുറത്ത് എത്ര സ്ഥലത്താണ്? കാസർഗോഡ് എത്ര സ്ഥലത്താണ്? കുന്നിടിച്ച് റോഡ് പണിത സ്ഥലങ്ങളിലൊക്കെ ബാക്കിയുള്ള കുന്നുകൾ ഇടിഞ്ഞുപോയി. പാടമായിരുന്ന സ്ഥലങ്ങൾ, കൃഷി ഭൂമിയായിരുന്ന സ്ഥലങ്ങൾ, ചതുപ്പ് നിലങ്ങൾ മണ്ണിട്ട് നികത്തി 14, 15, 20 അടി ഉയരത്തിൽ മണ്ണിട്ട് നികത്തി പണിത സ്ഥലങ്ങളിലൊക്കെ അത് ഇടിഞ്ഞുപോയി. എത്ര സ്ഥലത്താണ്? കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ്. ഒരു മഴക്കാലമായാൽ വെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു സാഹചര്യവും അവിടെ ഇല്ലാത്തത് കൊണ്ട് എത്ര വീടുകളിൽ കഴിഞ്ഞ മഴക്കാലത്ത് വെള്ളം കയറി. ഇത് തന്നെയാണ് തീരദേശ ഹൈവേയുമായി നാളെ ഉണ്ടാകാൻ പോകുന്ന അപകടം എന്ന് പറയുന്നത്. പാവപ്പെട്ടവരുടെ ഭൂമി ഏറ്റെടുത്ത് ഇത്തരത്തിലുള്ള ഹൈവേ വേണ്ട എന്നുള്ളതാണ്. ഞങ്ങൾ വികസനത്തോട് എതിർപ്പുള്ള ആളുകളല്ല. ഇപ്പോൾ വയനാട് തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വിവാദമുണ്ടായി. പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റേറ്റ്മെന്റ് അടക്കം വലിയ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് മാറി. വയനാട് അത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തണം എന്ന് പറയുന്നത് തെറ്റാണ്. പാരിസ്ഥിതിക ആഘാത പഠനം നടത്താത്ത ഒരു പദ്ധതി എങ്ങനെയാണ് തയ്യാറാക്കാൻ കഴിയുക? ചുരൽമലയിലും മുണ്ടകയിലും ഉണ്ടായ അപകടം എത്ര നൂറുകണക്കിന് ആളുകളാണ് മരണപ്പെട്ടത്. വീടുകളിൽ ഉറങ്ങിക്കിടക്കുന്ന ആളുകൾ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോവുകയാണ്. ശരീരത്തിന്റെ ഒരു അവയവം പോലും കണ്ടെടുക്കാൻ കഴിയാത്ത രീതിയിൽ മനുഷ്യൻ ഇല്ലാതായി മാറി. എത്രയോ ആളുകളെ കണ്ടുകിട്ടാനുണ്ട്, അവരുടെ മൃതദേഹം പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ചാലിയാറിൽ നിന്ന് ഒരു മനുഷ്യന്റെ ശരീരഭാഗങ്ങൾ എത്ര സ്ഥലങ്ങളിലാണ് പോയി കണ്ടെത്തി. ഏറ്റവും അവസാനം DNA ടെസ്റ്റ് നടത്തിയിട്ടാണ് ആരാണ് മരണപ്പെട്ടതെന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ആളുകളുടെ മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് എന്ത് വികസന പ്രവർത്തനം നടത്തിയിട്ടും നാടിന് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത്? അതാണോ വികസനം എന്ന് പറയുന്നത്? ആ വികസനമല്ല നമുക്ക് വേണ്ടത്. ഇപ്പൊ കാലഘട്ടത്തിനനുസൃതമായി പാരിസ്ഥിതിക ആഘാത പഠനം നടത്തി നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് നമ്മളത് പഠിക്കുകയും ആ ക്ലൈമറ്റ് ചേഞ്ച് ഏത് രീതിയിലാണ് നമ്മുടെ നാടിനെ നാളുകളിൽ ബാധിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യാൻ സർക്കാർ പിണറായി വിജയനോ അല്ലെങ്കിൽ മന്ത്രിമാരോ ഉദ്യോഗസ്ഥന്മാരോ അല്ലല്ലോ. ലോകത്ത് അതിനെക്കുറിച്ച് എത്ര സ്റ്റഡിയാണ് നടന്നേക്കുന്നത്, എത്ര സാങ്കേതികമായിട്ടുള്ള വിദഗ്ധരാണ് അന്വേഷണം നടത്തുന്നത്. അവരായിട്ടൊന്ന് ചർച്ച ചെയ്താൽ മതിയില്ല. അത്തരത്തിലുള്ള ചർച്ചകളൊന്നും നടക്കുന്നില്ല. ഇത് തന്നെയാണ് തീരദേശ ഹൈവേ, ഇത് തന്നെയാണ് നാഷണൽ ഹൈവേയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ നാഷണൽ ഹൈവേക്കെതിരായി പറഞ്ഞാൽ അത് വികസന വിരുദ്ധമാണ് എന്ന് പറയുന്നിടത്ത് അത് അപകടകരമാണ്. ആ അപകടകരമായിട്ടുള്ള സാഹചര്യം തരണം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവ്. കേരളയിൽ എന്തുകൊണ്ട് ഞങ്ങൾ എതിർത്തു? ഈ ജില്ലയിലടക്കം ശക്തമായ സമരങ്ങൾ നടന്നുകൊണ്ടാണ് കോട്ടയത്തും കോഴിക്കോടും എറണാകുളത്ത് ചോറ്റാനിക്കരയും കുന്നത്ത് തിരുവാണിയൂരിലും ഒക്കെ സമരം ശക്തമായി നടന്ന് കേരളയിലെ മഞ്ഞക്കുറ്റി ഇടാൻ സമ്മതിക്കാതെ വന്നതുകൊണ്ടാണ് ആ പദ്ധതി അനിശ്ചിതത്വത്തിലായി പോയി. എന്തുകൊണ്ടാണ് ഞങ്ങൾ അതിന് എതിരായ നിലപാട് സ്വീകരിച്ചതെന്ന് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കുകയും ആ പദ്ധതി വലിയ ആഘാതം കേരളത്തിനുണ്ടാക്കും, അത് പാരിസ്ഥിതികമായി, സാമ്പത്തികമായി, സാമൂഹികപരമായി അത് ഉണ്ടാക്കും എന്ന് ഞങ്ങൾ കണക്കുകൾ സഹിതം അവതരിപ്പിച്ചു. ജനങ്ങൾ ഏറ്റെടുത്തില്ലേ? സർക്കാർ അതിൽ നിന്ന് പിന്തിരിഞ്ഞു ഓടേണ്ടി വന്നു. ആ ലാൻഡ് അക്വസിഷൻ നടപടികൾ പോലും ഇന്ന് ഇല്ലാതായി, റദ്ദായി പോകുന്ന സാഹചര്യമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. അത് തന്നെയാണ് തീരദേശമായി. ഈ ഹൈവേ പോകുമ്പോൾ ഈ തീരദേശ ഹൈവേ കൂട്ടിമുട്ടേണ്ടത് ഫോർട്ട് കൊച്ചിയിൽ വന്നിട്ട് പിന്നെ എങ്ങനെയാണ് പോകുന്നത്? ഫോർട്ട് കൊച്ചിയിൽ വന്നിട്ട് പിന്നെ ഈ ഹൈവേ പിന്നെ എങ്ങനെയാണ് പോകുന്നത്? ഇതിനോട് സർക്കാർ മറുപടി പറയണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓരുവെള്ള ഭീഷണി ജനങ്ങളെ ഉപദ്രവിക്കുന്ന പദ്ധതിയായതിനാൽ അതിനെതിരായ നിലപാടാണ് UDF സ്വീകരിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. കൊച്ചിയിലെ കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടിയെടുക്കുമെന്നും സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസ് വ്യക്തമാക്കി. കൊച്ചിയിൽ പല ഭാഗത്തും കുടിവെള്ളമില്ലാതെ ജനങ്ങൾ ദുരിതത്തിലാണെന്നും പല സമയത്തും നാട്ടുകാർ സമരങ്ങൾ നടത്തുകയാണെന്നും കുടിവെള്ളം പണം കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങേണ്ട സ്ഥിതിയാണുള്ളതെന്നും ഷിയാസ് പറഞ്ഞു. കുടിവെള്ള വിതരണ ചുമതല സംസ്ഥാന സർക്കാർ സ്വകാര്യ കമ്പനിക്ക് നൽകിയിരിക്കുകയാണെന്നും ഇത് കൂടുതൽ പ്രതിസന്ധികൾക്കിടയാക്കുമെന്നും CIT യൂണിയൻ എതിർത്തിട്ടും സ്വകാര്യ കമ്പനിക്ക് വേണ്ടി
സർക്കാർ നിലപാട് എടുത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക എന്നാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്നും ടൂറിസത്തിന് വലിയ സാധ്യതകളുള്ള മേഖലയാണ് കൊച്ചിയെന്നും ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന് വിപുലമായ പദ്ധതികൾ നടപ്പാക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊച്ചി മേഖലയിൽ കായൽ കയറ്റം രൂക്ഷമാണെന്നും കൊച്ചി കോർപ്പറേഷനിലെ മിക്ക ഡിവിഷനുകളിലും ജനങ്ങൾ വെള്ളക്കയറ്റം ദുരിതം അനുഭവിച്ചു വരികയാണെന്നും ആ പ്രശ്നം പരിഹരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. കായൽ കയറ്റ പ്രശ്നം മൂലമുള്ള ദുരിതം ഒഴിവാക്കുന്നതിന് നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.